ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിൽ ആദ്യമായി കാർ എന്ന വാഹനം എങ്ങനെ പിറന്നു എന്ന അതിശയകരമായ കഥയാണ്. ഇന്ന് റോഡുകളിൽ നാം കാണുന്ന ആധുനിക കാറുകൾ, എസ്യുവികൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എല്ലാം എവിടെ നിന്നാണ് ആരംഭിച്ചത് എന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ കഥ നമ്മളെ 1800കളുടെ യൂറോപ്പിലേക്കാണ് കൊണ്ടുപോകുന്നത്. കുതിരവണ്ടികളായിരുന്നു അന്നത്തെ പ്രധാന ഗതാഗത മാർഗം. എഞ്ചിൻ ഉപയോഗിച്ച് സ്വയം ഓടുന്ന വാഹനമെന്ന ആശയം തന്നെ പലർക്കും അസാധാരണമായിരുന്നു. എന്നാൽ ചില എഞ്ചിനീയർമാർ ആ സ്വപ്നം കാണാൻ തുടങ്ങി. സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ച് ഓടുന്ന ചില വാഹനങ്ങൾ 1700കളിൽ തന്നെ പരീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷേ അവ വളരെ ഭാരമുള്ളതും പ്രായോഗികമല്ലാത്തതുമായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധാരണ കാർ എന്ന ആശയം ഇപ്പോഴും ദൂരെയായിരുന്നു. ഇവിടെയാണ് ജർമ്മൻ എഞ്ചിനീയറായ കാർൽ ബെൻസ് രംഗത്തെത്തുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വലിയ താൽപ്പര്യമുണ്ടായിരുന്ന കാർൽ ബെൻസ് ഒരു ചെറിയ ലളിതമായ പെട്രോൾ ഉപയോഗിക്കുന്ന എഞ്ചിൻ നിർമ്മിക്കാൻ ശ്രമിച്ചു. 1885-ൽ അദ്ദേഹം തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി. ഒരു ചെറിയ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ അദ്ദേഹം രൂപകൽപ്പന ചെയ്തു. അതിനെ 3 ചക്രങ്ങളുള്ള ഒരു ലളിതമായ ഫ്രെയിമിൽ ഘടിപ്പിച്ചു. 1886-ൽ അദ്ദേഹത്തിന് ഔദ്യോഗിക പേറ്റന്റ് ലഭിച്ചു. ആ വാഹനം ബെൻസ് പാറ്റന്റ് മോട്ടോർ വാഗൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ പ്രായോഗിക പെട്രോൾ കാർ എന്ന ചരിത്രം അംഗീകരിക്കുന്നത്. 3 ചക്രങ്ങൾ, ചെറിയ എഞ്ചിൻ, വളരെ ലളിതമായ ഡിസൈൻ, പക്ഷേ അതിലൊരു വലിയ ഭാവി ഒളിഞ്ഞിരുന്നു. ആദ്യത്തിൽ ആളുകൾ ഇത് പരിഹസിച്ചു. കുതിരയില്ലാതെ വാഹനം ഓടുമോ? അത് സുരക്ഷിതമാണോ? അത് വിശ്വസിക്കാനാകുമോ? പലർക്കും സംശയമായിരുന്നു. എന്നാൽ കാർൽ ബെൻസ് പിന്മാറിയില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പലതവണ ബിസിനസ് പരാജയപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ ബെർത്ത ബെൻസ് അദ്ദേഹത്തെ പിന്തുണച്ചു. 1888-ൽ ബെർത്ത ബെൻസ് ഒരു ധൈര്യകരമായ തീരുമാനമെടുത്തു. ഭർത്താവിനെ അറിയിക്കാതെ തന്നെ ആ കാർ എടുത്ത് ഏകദേശം 100 കിലോമീറ്ററിലധികം ദൂരം യാത്ര ചെയ്തു. ഇത് ചരിത്രത്തിൽ ആദ്യത്തെ ദീർഘദൂര യാത്രയായി കണക്കാക്കപ്പെടുന്നു. യാത്രക്കിടെ അവർക്ക് പല പ്രശ്നങ്ങളും നേരിട്ടു. ഇന്ധനം കിട്ടാൻ ബുദ്ധിമുട്ട്, ബ്രേക്ക് സംവിധാനത്തിലെ പ്രശ്നങ്ങൾ, മെക്കാനിക്കൽ തടസ്സങ്ങൾ. പക്ഷേ അവയെല്ലാം മറികടന്നു. ഈ യാത്ര ലോകത്തിന് ഒരു സന്ദേശം നൽകി. ഈ വാഹനം ഒരു പരീക്ഷണമല്ല, ഭാവിയിലെ ഗതാഗത വിപ്ലവമാണ്. അതിനുശേഷം യൂറോപ്പിൽ പല കമ്പനികളും കാർ നിർമ്മാണത്തിലേക്ക് കടന്നു. സാങ്കേതിക വിദ്യ വേഗത്തിൽ വികസിച്ചു. 4 ചക്രങ്ങളുള്ള കാറുകൾ രൂപം കൊണ്ടു. എഞ്ചിൻ ശക്തി കൂട്ടി. സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി. 1908-ൽ അമേരിക്കയിൽ മറ്റൊരു വലിയ മാറ്റം സംഭവിച്ചു. വ്യവസായിയായ ഹെൻറി ഫോർഡ് കാർ നിർമ്മാണത്തിൽ അസംബ്ലി ലൈൻ സംവിധാനം അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഫോർഡ് മോഡൽ ടി വളരെ കുറഞ്ഞ വിലയിൽ വലിയ തോതിൽ നിർമ്മിക്കാൻ തുടങ്ങി. അതോടെ കാർ സമ്പന്നരുടെ മാത്രം ആഡംബര വസ്തുവെന്ന നിലയിൽ നിന്ന് സാധാരണ ജനങ്ങൾക്കും ലഭ്യമായ ഗതാഗത മാർഗമായി മാറി. ലോകം മുഴുവൻ കാർ വിപ്ലവം ആരംഭിച്ചു. അന്ന് 3 ചക്രങ്ങളുള്ള ലളിതമായ ഒരു വാഹനമായി ആരംഭിച്ച ആ സ്വപ്നം ഇന്ന് നാം കാണുന്ന സാങ്കേതിക അത്ഭുതങ്ങളായി വളർന്നു. ഇന്നത്തെ കാറുകളിൽ എയർ ബാഗ്, ABS, ഇലക്ട്രോണിക് സ്റ്റാബിലിറ്റി കൺട്രോൾ, ടച്ച് സ്ക്രീൻ, ഓട്ടോണമസ് ഡ്രൈവിംഗ് തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങളുണ്ട്. ഇലക്ട്രിക് കാറുകളും ഹൈബ്രിഡ് വാഹനങ്ങളും പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ വലിയ യാത്രയുടെ തുടക്കം 1886-ലെ ആ ചെറിയ പേറ്റന്റ് രേഖയിലായിരുന്നു. ഒരു വ്യക്തിയുടെ സ്വപ്നവും പരിശ്രമവും ലോകത്തിന്റെ ഗതാഗത രംഗം തന്നെ മാറ്റി. കാർൽ ബെൻസിന്റെ ആ ശ്രമം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നാം കാണുന്ന ഓട്ടോമൊബൈൽ ലോകം ഇത്ര വേഗത്തിൽ വളർന്നിരിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ആദ്യത്തെ പ്രായോഗിക കാറിന്റെ സൃഷ്ടാവായി കാർൽ ബെൻസ് ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്നു. ഇന്നത്തെ ഓരോ കാറിന്റെയും പിന്നിൽ ആ ആദ്യത്തെ ചെറിയ 3 ചക്ര വാഹനത്തിന്റെ ആത്മാവുണ്ട്. ഒരു മനുഷ്യന്റെ ധൈര്യവും വിശ്വാസവും ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോയ കഥയാണിത്. ഇതിന്റെ തുടർച്ചയായി പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. കാർൽ ബെൻസ് തന്റെ വാഹനം നിർമ്മിച്ചുവെങ്കിലും തുടക്കത്തിൽ വിൽപ്പന അത്ര വിജയകരമായിരുന്നില്ല. ആളുകൾക്ക് ഇപ്പോഴും സംശയമുണ്ടായിരുന്നു. റോഡുകൾ കുതിരവണ്ടികൾക്കായി രൂപകൽപ്പന ചെയ്തതായിരുന്നു. പെട്രോൾ ലഭിക്കാൻ പ്രത്യേക പമ്പുകൾ ഉണ്ടായിരുന്നില്ല. ഫാർമസികളിൽ നിന്നാണ് അന്ന് ഇന്ധനം വാങ്ങേണ്ടി വന്നത്. ബെർത്തെ ബെൻസിന്റെ യാത്രയ്ക്കു ശേഷം ജനങ്ങളുടെ കാഴ്ചപ്പാട് മാറി. ആളുകൾക്ക് ഈ വാഹനം ദൈനംദിന ഉപയോഗത്തിനായി പ്രായോഗികമാണെന്ന് മനസ്സിലായി. അതോടെ ഓർഡറുകൾ കൂടി തുടങ്ങി. മെക്കാനിക്കൽ മെച്ചപ്പെടുത്തലുകളും നടന്നു. ബ്രേക്ക് സിസ്റ്റം ശക്തിപ്പെടുത്തി. ഗിയർ സംവിധാനങ്ങൾ വികസിപ്പിച്ചു. 4 ചക്രങ്ങളുള്ള മോഡലുകൾ അവതരിപ്പിച്ചു. കാലക്രമേണ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത നിർമ്മാതാക്കൾ രംഗത്ത് എത്തി. ഫ്രാൻസ്, ജർമ്മനി, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ കാർ നിർമ്മാണം വ്യാപകമായി തുടങ്ങി. കാർ ഒരു പരീക്ഷണ ഉപകരണം എന്ന നിലയിൽ നിന്ന് ഒരു വ്യവസായ വിപ്ലവമായി മാറി. റോഡുകൾ മെച്ചപ്പെടുത്തി. പെട്രോൾ പമ്പുകൾ ആരംഭിച്ചു. സർവീസ് സെന്ററുകൾ രൂപപ്പെട്ടു. അതോടെ ഒരു മുഴുവൻ ഓട്ടോമൊബൈൽ എക്കോസിസ്റ്റം രൂപം കൊണ്ടു. അസംബ്ലി ലൈൻ സംവിധാനത്തോടെ കാർ നിർമ്മാണ ചെലവ് കുറയുകയും വേഗം വർദ്ധിക്കുകയും ചെയ്തു. സാധാരണ കുടുംബങ്ങൾക്കും കാർ സ്വന്തമാക്കാൻ കഴിയുന്ന കാലം ആരംഭിച്ചു. അതോടെ നഗരങ്ങളുടെ രൂപകൽപ്പന തന്നെ മാറി. ഹൈവേകൾ പിറന്നു. യാത്രയുടെ സമയം കുറഞ്ഞു. വ്യാപാരവും വ്യവസായവും വേഗത്തിലായി. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ പ്രാധാന്യം നേടി. സീറ്റ് ബെൽറ്റ്, പിന്നീട് എയർ ബാഗ്, ഡിസ്ക് ബ്രേക്ക് എന്നിവ എത്തിയതോടെ കാർ കൂടുതൽ സുരക്ഷിതമായി. 21-ാം നൂറ്റാണ്ടിൽ ടെക്നോളജി വലിയ മാറ്റം കൊണ്ടുവന്നു. ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, സെൻസറുകൾ, കണക്ടർ കാർ ടെക്നോളജി
ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ രംഗത്തെത്തി. ഇന്ന് ലോകം ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും സ്വയം ഓടുന്ന കാറുകളിലേക്കും നീങ്ങുകയാണ്. പക്ഷേ ഈ വലിയ യാത്രയുടെ അടിസ്ഥാനം 1886-ൽ കാർൽ പെൻസ് നേടിയ പേറ്റന്റാണ്. ഒരു ചെറിയ ആശയം, വലിയ പ്രതിസന്ധികൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സാമൂഹിക പരിഹാസം, ഇതെല്ലാം മറികടന്ന ഒരു മനുഷ്യന്റെ കഥയാണ് ആധുനിക കാറിന്റെ കഥ. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ആദ്യത്തെ പ്രായോഗിക കാർ കണ്ടെത്താൻ ഒരു സാങ്കേതിക വിജയം മാത്രമല്ല, അത് മനുഷ്യന്റെ ധൈര്യത്തിന്റെയും സ്ഥിരതയുടെയും പ്രതീകമാണ്. ഇന്ന് ഓരോ തവണയും നാം കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ചരിത്രത്തിന്റെ ഒരു ഭാഗം നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.